ചെയ്തു കൂട്ടിയ പാപത്തിനുള്ള ശിക്ഷ അനുഭവിക്കാതെ ആർക്കും മോചനമില്ല. അമേരിക്ക കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി ഇവിടെ ചെയ്തു കൂട്ടിയതിനൊക്കെ പ്രകൃതി ഇരട്ടി പണി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. കാറ്റായും മഴയായും തീയായും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയ അതേ പ്രകൃതി ഇതാ കടലിന്റെ രൂപത്തിൽ ആ കരയെ വിഴുങ്ങാനെത്തുകയാണ്. ഈ ലോകം ഭരിക്കുന്നത് താനാണെന്ന് സ്വയം അഹങ്കരിക്കുന്ന ആ രാജ്യം എന്നേക്കുമായി കടലിലേക്ക് എടുക്കുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. എത്രയോ മനുഷ്യരെ കൊന്നു തിന്നിട്ടും ആർത്തി തീരാത്ത അമേരിക്കയ്ക്ക് ഇനി കടലിൽ അന്ത്യവിശ്രമം കൊള്ളാം. ഇതാണ് ലോകനീതി. നിങ്ങൾ തന്നെ പറയൂ, അമേരിക്ക കൊന്നുതള്ളിയ മനുഷ്യരുടെ ശാപമാണോ ഇപ്പോൾ കിട്ടുന്ന പണികളൊക്കെ? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലോക പോലീസ് ചമഞ്ഞ് ലോകത്തെ മുഴുവൻ നിലയ്ക്ക് നിർത്താൻ കഷ്ടപ്പെടുന്ന അമേരിക്കയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ സുവർണകാലം എന്നേക്കുമായി ഇതാ അവസാനിച്ചിരിക്കുന്നു. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നിങ്ങൾ ഈ ലോകത്ത് കാട്ടിക്കൂട്ടിയ തോന്നിവാസത്തിനുള്ള ശിക്ഷ ഉടൻ വൈകാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഏത് ശക്തിയെയും വെല്ലാൻ തക്ക സമ്പത്തും സൈനിക ബലവും തങ്ങൾക്കുണ്ടെന്ന് അഹങ്കരിക്കുന്ന അമേരിക്ക അറിയണം, നിങ്ങൾക്ക് തടുക്കാനാകാത്ത, എത്ര സാങ്കേതിക വിദ്യ കൊണ്ടും നിങ്ങൾക്ക് തൊടാനാകാത്ത പ്രകൃതി എന്ന മഹാശക്തിയെ. കഴിഞ്ഞ കുറേ നാളുകളായി അമേരിക്കയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ നൽകുന്ന സൂചനയും അത് തന്നെയാണ്. നിങ്ങളുടെ അവസാനത്തെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിങ്ങൾ തകർത്ത ജനതയിൽ നിന്നാണ് നിങ്ങളുടെ വിധി മാറി എഴുതപ്പെട്ടത്. ഏതൊരു രാജ്യത്തിനെയും അവരുടെ ഭരണത്തെയും സ്വാധീനിക്കാൻ സാധിക്കുമെന്നും ലോകം ഭരിക്കുന്നത് അമേരിക്കയാണെന്ന അഹങ്കാരത്തിന്റെ നെറുകിലാണ് അമേരിക്കയിലെ പ്രസിഡന്റുമാരൊക്കെ വിശ്രമിച്ചത്. എന്നാൽ എല്ലാ അഹങ്കാരവും അവസാനിപ്പിക്കുന്ന തിരിച്ചറിവാണ് പ്രകൃതി എന്ന സത്യം. മനുഷ്യൻ എത്ര നിസ്സാരനെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് ആ പ്രകൃതി ആഞ്ഞടിക്കുക. ആ പ്രഹരമേൽക്കാനുള്ള കഴിവ് അമേരിക്ക എന്തൊക്കെ ചെയ്തിട്ടും കൂട്ടിവെക്കാൻ സാധിച്ചിട്ടില്ല എന്ന വസ്തുത അറിയുക. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് എല്ലാം ബിസിനസ് മാത്രമാണ്. ആ ബിസിനസ് വിജയിപ്പിക്കാൻ പ്രകൃതിയെ എത്രത്തോളം ചൂഷണം ചെയ്യാനാകുമോ അത്രത്തോളം ചെയ്യാൻ അദ്ദേഹം തയ്യാറുമാണ്. എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാനായി രാജ്യം വീണ്ടും കുഴിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതാണ് ഡ്രിൽ ബേബി ഡ്രില്ലിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയം പോലും. പുതിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയെ ഉടൻ കടലെടുക്കുമെന്നാണ് കാണുന്നത്. അത്രത്തോളമാണല്ലോ അമേരിക്ക ചെയ്തു കൂട്ടിയതൊക്കെ. പാരീസ് ഉടമ്പടിയിൽ നിന്നും പിൻവലിഞ്ഞ് അമേരിക്ക ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ ൊക്കെ പ്രകൃതി ചുട്ട മറുപടി നൽകുമെന്നാണ് ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് ആ വാർത്ത എന്ന് ഞാൻ പറയാം. അമേരിക്കയിലെ സുപ്രധാന നഗരങ്ങൾ താഴ്ന്നു പോവുകയാണ് എന്നാണ് പഠനം പറയുന്നത്. ന്യൂയോർക്കും ഷിക്കാഗോയും അടക്കമുള്ള പ്രധാന നഗരങ്ങൾ അതിവേഗത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഏറ്റവും ഒടുവിൽ നടന്ന ഒരു പഠനം വെളിപ്പെടുത്തുന്നു. വെർജീനിയ പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് സ്റ്റേറ്റ് സർവകലാശാല ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലൂടെയാണ് അങ്ങേയറ്റം ആശങ്ക പരത്തുന്ന ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ന്യൂയോർക്ക്, ഷിക്കാഗോ എന്നിവയ്ക്ക് പുറമെ ഡാലസ്, കൊളംബസ്, ഡെട്രോയിറ്റ്, ഡെൻവർ, ഫോർട്ട് വർത്ത്, ഹ്യൂസ്റ്റൺ, ഇൻഡ്യാനാപോലിസ്, ഷാർലറ്റ് തുടങ്ങിയ 26 നഗരങ്ങളും പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള നഗരങ്ങളാണ് പഠനത്തിനായി തെരഞ്ഞെടുത്തത്. ഇവയിൽ 25 നഗരങ്ങളുടെയും 65% അതിവേഗത്തിൽ വെള്ളത്തിലാവുന്നുണ്ട് എന്നാണ് പഠനം പറയുന്നത്. പഠനവിധേയമാക്കിയ ഓരോ നഗരത്തിന്റെയും ഏറ്റവും കുറഞ്ഞത് 20% പ്രദേശങ്ങളും മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഗവേഷണ സംഘം കണ്ടെത്തി. പ്രതിവർഷം 2 മുതൽ 10 മില്ലിമീറ്റർ വരെ എന്ന നിരക്കിലാണ് നഗരപ്രദേശങ്ങൾ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൂസ്റ്റണാണ് മുങ്ങിപ്പോകുന്ന നഗരങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. നഗരത്തിന്റെ 40% പ്രതിവർഷം 5 മില്ലിമീറ്റർ എന്ന നിരക്കിൽ മുങ്ങുന്നുണ്ട്. 12% വരുന്ന പ്രദേശങ്ങളാകട്ടെ അതിന്റെ ഇരട്ടി നിരക്കിൽ 10 ഇഞ്ച് വരെ താഴുന്നു. നഗരത്തിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ പ്രതിവർഷം 2 ഇഞ്ച് വരെ ഭൂമി താഴ്ന്നു പോകുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുമുണ്ട്. ഹൂസ്റ്റണിന് തൊട്ടു പിന്നാലെ ഡാലസ്, ഫോർട്ട് വർത്ത് എന്നീ നഗരങ്ങളും പട്ടികയിലുണ്ട്. അതായത് ഇവയെല്ലാം ഉൾപ്പെടുന്ന ടെക്സസ് സംസ്ഥാനമാണ് ഏറ്റവും വലിയ മുങ്ങിത്താഴൽ ഭീഷണി നേരിടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, അമേരിക്കയുടെ ഹൃദയഭാഗമായ ടെക്സസ് ആണ് ഈ ദുർഗതി നേരിടുന്നത്. എന്നാൽ ആഗോള താപനത്തിന്റെ ഫലമായി സമുദ്രനിരപ്പ് ഉയരുന്നത് മാത്രമല്ല ഈ നഗരങ്ങളെ വെള്ളത്തിലാക്കുന്നത്. ഭൂഗർഭജലം വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ജലം നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ള ഭൂഗർഭ ജലാശയങ്ങൾ വീണ്ടും നിറയാതിരിക്കുന്ന അവസരങ്ങളിൽ ഭൂമി ചുരുങ്ങുകയും താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥ ഏറ്റവും അധികം ദൃശ്യമാകുന്ന നഗരപ്രദേശങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ രീതിയിൽ ഭീഷണി നേരിടുന്നുമുണ്ട്. റോഡുകളിൽ ഉണ്ടാകുന്ന വിള്ളലുകളും നടപ്പാതകൾ
അടിത്തറകളിൽ ദൃശ്യമാകുന്ന അസ്വാഭാവികമായ വളവുകളും വാതിലുകളും ജനാലകളും കൃത്യമായി അടയ്ക്കാൻ സാധിക്കാതെ വരുന്നതും അടിത്തറകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും എല്ലാം മണ്ണ് താഴ്ന്നു പോകുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നതത്രയും. ഭൂപ്രദേശങ്ങൾ മുങ്ങുന്നതിന്റെ പരിണത ഫലങ്ങൾ വലിയ തോതിൽ ഇപ്പോൾ ദൃശ്യമാകില്ലെങ്കിലും കാലക്രമേണ പാലങ്ങൾ, വലിയ കെട്ടിടങ്ങൾ തുടങ്ങിയ നിർമ്മിതികളുടെ എല്ലാം നിലനിൽപ്പ് ഇത് അപകടത്തിലാക്കും. അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നഗര കേന്ദ്രങ്ങളിൽ അപകട സാധ്യത വർദ്ധിക്കുകയാണ്. പഠനപ്രകാരം സാൻ ഹൊസെ, മെംഫിസ്, ജാക്സൺ വില്ലെ എന്നീ നഗരങ്ങളാണ് താരതമ്യേന മെച്ചപ്പെട്ട അവസ്ഥയിലുള്ളത്. എന്നാൽ ആശ്വാസത്തിന് വകയില്ലെന്നും അവയും അപകട ഭീഷണി നേരിടുന്നുണ്ടെന്നും ഗവേഷകർ പറയുന്നു. ഇതാദ്യമായാണ് ഉയർന്ന റെസല്യൂഷനുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടിസ്ഥാനമാക്കി നഗരങ്ങളിൽ ഭൂമി താഴ്ന്നതിന്റെ അളവ് കണക്കാക്കുന്നത്. നഗരാസൂത്രണം, അടിസ്ഥാന സൗകര്യ വികസനം ഇതാദ്യമായാണ് ഉയർന്ന റെസല്യൂഷനുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടിസ്ഥാനമാക്കി നഗരങ്ങളിൽ ഭൂമി താഴുന്നതിന്റെ അളവ് കണക്കാക്കുന്നത്. നഗരാസൂത്രണം, അടിസ്ഥാന സൗകര്യ വികസനം, ദുരന്ത തയ്യാറെടുപ്പുകൾ എന്നിവയിൽ നിർണായക സ്വാധീനം ചെലുത്താൻ ഈ പഠനത്തിന് സാധിക്കും. നവീകരണത്തിലും സാമ്പത്തിക വികസനത്തിലും ആഗോളതലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്കയ്ക്ക് പരിസ്ഥിതി സംരക്ഷണവുമായി സങ്കീർണവും അസ്വസ്ഥത ഉളവാക്കുന്നതുമായ ഒരു ബന്ധമാണുള്ളത്. അതായത് പ്രകൃതിയെ ഒട്ടും ശ്രദ്ധിക്കാത്ത രാജ്യമാണ് അമേരിക്ക എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുതന്നെയാണ് അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും ഇപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്ന ഈ കാര്യവും. എല്ലാ കുറ്റവും മൂന്നാം ലോക രാജ്യങ്ങളുടെ തലയിലേക്കിട്ട് നൈസായി കൈകഴുകുന്ന അമേരിക്ക ചെയ്യുന്നത് വലിയ പാതകം തന്നെയാണ്. ഇന്ത്യ അടക്കമുള്ള വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ വളർച്ച മുരടിപ്പിക്കാനായി പ്രകൃതി സംരക്ഷണത്തെ കൂട്ടുപിടിക്കുന്ന അമേരിക്ക മനസ്സിലാകാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ കപട പ്രകൃതി സ്നേഹം ലോകത്തിന് മുഴുവൻ മനസ്സിലായി എന്നതാണ്. രാജ്യത്ത് സമ്പത്ത് കുമിഞ്ഞുകൂടണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ച് അവർക്കെന്ത് പ്രകൃതി സ്നേഹമല്ലേ? സമീപ വർഷങ്ങളിൽ US പരിസ്ഥിതി സംരക്ഷണ ഏജൻസി അതായത് EPA പരിസ്ഥിതി നിയന്ത്രണങ്ങളിൽ വ്യാപകമായ ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. 2025 മാർച്ചിൽ EPA അഡ്മിനിസ്ട്രേറ്റർ ലീ സെഡിൽ 31 പരിസ്ഥിതി നിയമങ്ങൾ ദുർബലപ്പെടുത്തുകയാണെന്ന് പ്രഖ്യാപിച്ചു. ഇത് ഏജൻസിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയന്ത്രണരഹിത നടപടിയായി അടയാളപ്പെടുത്തപ്പെട്ടു. വായു, ജലമലിനീകരണം, കൽക്കരി പ്രവർത്തിക്കുന്ന പവർ പ്ലാന്റുകളിൽ നിന്നുള്ള ഉദ്ഭവനം, വാഹന ഇന്ധനക്ഷമത എന്നിവയെക്കുറിച്ചുള്ള മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തൽ എന്നിവ ഈ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. US-ലെ പരിസ്ഥിതി നശീകരണം വർണ്ണ സമൂഹങ്ങളെയും താഴ്ന്ന വരുമാനക്കാരെയും ആനുപാതികമല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പരിസ്ഥിതി വംശീയത എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം ഉദാഹരണത്തിന് ക്യാൻസർ അല്ലി എന്നറിയപ്പെടുന്ന ബാറ്റൺ റൂഷിനും ന്യൂ ഓർലിയാൻസിനും ഇടയിലുള്ള 85 മൈൽ ദൂരം പ്രധാനമായും കറുത്ത വർഗ്ഗക്കാർ അധിവസിക്കുന്നതും നിരവധി പെട്രോ കെമിക്കൽ പ്ലാന്റുകളുടെ ആവാസ കേന്ദ്രവുമാണ്. വ്യവസായിക മലിനീകരണവുമായി ദീർഘനേരം സമ്പർക്കം പുലർത്തുന്നതിനാൽ താമസക്കാർ ഉയർന്ന ക്യാൻസർ സാധ്യതയാണ് ഇവിടെ നേരിടുന്നത്. അതും ആലോചിച്ച് നോക്കണം. ഇവിടെയും നടക്കുന്നത് വർണ്ണവിവേചനമാണ്. ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണവും അമേരിക്കയുടെ വർണ്ണവിവേചനമാണ്. അതുപോലെ കറുത്ത വർഗ്ഗക്കാർ കൂടുതലുള്ള മിഷിഗണിലെ ഫ്ലിൻഡറിൽ വർഷങ്ങളായി ലെഡ് കലർന്ന വെള്ളം താമസക്കാർക്ക് ലഭിക്കുന്നുണ്ട്. ഇത് വ്യവസ്ഥാപരമായ അവഗണനയും പാരിസ്ഥിതിക അനീതിയും എടുത്തു കാണിക്കുന്ന ഒന്നാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ പരിസ്ഥിതി അപകടങ്ങളുടെ ആഘാതം വഹിക്കുന്ന ഒരു രീതിക്ക് ഈ കേസുകൾ അടിവരയിടുന്നു. പലപ്പോഴും പരിമിതമായ സഹായമോ പിന്തുണയോ മാത്രമേ ഇവർക്ക് ലഭിക്കുന്നുള്ളൂ എന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തട്ടെ. വനനശീകരണവും മലിനീകരണവും മൂലം അമേരിക്കയ്ക്ക് പ്രകൃതി വിഭവങ്ങളുടെ ഗണ്യമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. 2001 നും 2023 ഇടയിൽ രാജ്യത്ത് ഏകദേശം 47.9 ദശലക്ഷം ഹെക്ടർ വൃക്ഷങ്ങൾ നഷ്ടപ്പെട്ടു. 2000-ന് ശേഷം ഇത് 17% കുറവാണ്. ഇത് കാർബൺ ഉദ്ഭവനം വർദ്ധിപ്പിക്കുന്നതിനും ആവാസ വ്യവസ്ഥയുടെ നഷ്ടത്തിനും കാരണമായി. എന്നിട്ടും പഴി ആർക്കാണ്? മൂന്നാം ലോക രാഷ്ട്രങ്ങൾക്ക്. ജലമലിനീകരണം മറ്റൊരു അടിയന്തര പ്രശ്നം തന്നെയാണ്. US-ലെ ഏകദേശം 50% വരുന്ന നദികളും അരുവികളും 55% തടാകങ്ങളും സുരക്ഷിതമായി നീന്താനോ മത്സ്യബന്ധനത്തിനോ കഴിയാത്ത വിധം മലിനീകരണപ്പെട്ടിരിക്കുന്നുവെന്ന് അടുത്തിടെ നടത്തിയ പഠനം വെളിപ്പെടുത്തുന്നുണ്ട്. ഈ അവസ്ഥകൾ ജൈവ വൈവിധ്യത്തെ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല പൊതുജനാരോഗ്യത്തെയും ശുദ്ധജല ലഭ്യതയെയും അപകടത്തിലാക്കുക കൂടിയാണ് ചെയ്തത്. അമേരിക്കൻ കണ്ടുപിടുത്തങ്ങൾ ചിലപ്പോൾ അപ്രതീക്ഷിത പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് കാരണവുമായിട്ടുണ്ട്. അമേരിക്കൻ എഞ്ചിനീയറായ തോമസ് മിഡ്ലി ജൂനിയർ ലെഡ് ഗ്യാസോലിനും ക്ലോറോ ഫ്ലോറോ കാർബണുകൾ കണ്ടുപിടിച്ചു. ലെഡ് ഗ്യാസോലിൻ വ്യാപകമായ ലെഡ് മലിനീകരണത്തിന് കാരണമായി. ഇത് നാഡീവ്യൂഹത്തിന് കേടുപാടുകൾ വരുത്തി. അതേസമയം CFCകൾ ഓസോൺ പാളിയുടെ ശോഷണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. തുടക്കത്തിൽ മുന്നേറ്റങ്ങൾ എന്ന വാഴ്ത്തപ്പെട്ട ഈ കണ്ടുപിടുത്തങ്ങളും പിന്നീട് പരിസ്ഥിതിക്കും അതുപോലെ തന്നെ മനുഷ്യന്റെ ആരോഗ്യത്തിനും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. US-ലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ സാമ്പത്തിക താൽപര്യങ്ങളാൽ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. ഊർജ്ജക്ഷമതയുള്ള ഉപകരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന എനർജി സ്റ്റാർ പ്രോഗ്രാമിന്റെ പിൻവാങ്ങൽ തെളിയിക്കപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും പാരിസ്ഥിതിക സംരംഭങ്ങളെ എങ്ങനെ ദുർബലപ്പെടുത്തുമെന്ന ഉദാഹരണമായി നമുക്ക് കാണാവുന്നതാണ്. കൂടാതെ സൗത്ത് വെസ്റ്റേൺ പെൻസിൽ
പെൻസിൽവാനിയ പോലുള്ള പ്രദേശങ്ങളിൽ പരിസ്ഥിതി നീതി ഗ്രാന്റുകൾ റദ്ദാക്കുന്നത് സമൂഹം നയിക്കുന്ന പാരിസ്ഥിതിക ശ്രമങ്ങളുടെ മുൻഗണന കുറയ്ക്കലിനെ പ്രതിഫലിപ്പിക്കുന്നതാണ്. പരിസ്ഥിതി നയത്തോടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സമീപനം പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കും സാമൂഹിക തുല്യതയ്ക്കും പകരം സാമ്പത്തിക വളർച്ചയ്ക്കും വ്യാവസായിക താൽപര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന ഒരു രീതിയാണ് വെളിപ്പെടുത്തുന്നത്. നിയന്ത്രണങ്ങൾ നീക്കൽ, പാരിസ്ഥിതിക വംശീയത, വിഭവങ്ങളുടെ കുറവ്, ചരിത്രപരമായ തെറ്റിദ്ധാരണകൾ എന്നിവ പരിസ്ഥിതി ദോഷം വ്യാപകവും അസമമായി വിതരണം ചെയ്യപ്പെടുന്നതുമായ ഒരു ഭൂപ്രകൃതിക്ക് കൂട്ടായി സംഭാവന നൽകിയിട്ടുണ്ട്. ഈ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ പരിസ്ഥിതി സംരക്ഷണങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും വ്യവസ്ഥാപരമായ അസമത്വങ്ങളെ നേരിടുന്നതിനും ഗ്രഹത്തെയും അതിലെ ജനങ്ങളെയും സംരക്ഷിക്കുന്ന സുസ്ഥിരമായ രീതികൾക്ക് പ്രതിജ്ഞാബദ്ധമാക്കുന്നതിനും ഒരു യോജിച്ച ശ്രമം ആവശ്യമാണ്. അല്ലെങ്കിൽ കടലെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ കാട്ടുതീ പോലെ, മിന്നൽ പ്രളയം പോലെയുള്ള ആപത്തുകൾ ഇനിയും അമേരിക്കയെ തേടിയെത്തും. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.